ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വളരെ നിർഭാഗ്യകരമായ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതിൻ്റെ ഒരു വിശദീകരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത് 2021 നടന്ന കോവിഡ് കാലത്ത് നടന്ന ഒരു സർജറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അന്ന് നമ്മുടെ പുന്നപ്ര സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ, അന്ന് 48 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ചികിത്സയ്ക്ക് വന്നു. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വയറ്റിൽ ഒരു വീർപ്പെന്നുള്ള, വയറ്റിൽ ഒരു മുഴ പോലെ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ് അവർ ചികിത്സയ്ക്ക് വന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 10/5/2021 അവർ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്നത്. അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അത് വയറ്റിലൊരു ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓവറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുഴയാണെന്ന് ഒരു സംശയമുണ്ടായി. വളരെ വലിയൊരു മുഴയാണെന്നുള്ള രീതിയിൽ കണ്ട് അവർ സർജറിക്ക് വിധേയയായി. 12/5/21 സർജറിക്ക് വിധേയയായി. സർജറി വളരെ വിജയകരമായിട്ട് തന്നെ പൂർത്തിയായി. ബ്ലഡൊക്കെ കൊടുക്കേണ്ടി വന്നു. എങ്കിൽ പോലും അതിനുശേഷം അവർ 2 ദിവസം കൂടെ ആശുപത്രിയിൽ കിടന്ന് 15-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. അതിനെ തുടർന്ന് പിന്നെ കൃത്യമായിട്ട് ഞങ്ങൾ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ അവർക്ക് ഇവിടെ ഫോളോ അപ്പിനൊന്നും വന്നതായിട്ടൊന്നും നമ്മുടെ രേഖകളിലൊന്നും കാണുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഒരു ദിവസം നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു യൂറോളജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് അവർ നഗരത്തിലെ ഒരു യൂറോളജിസ്റ്റിനെ പോയി കാണുകയും അവിടെ നടത്തിയ ഒരു എക്സ്റേ പരിശോധനയിൽ വയറ്റിനുള്ളിൽ ഒരു മെറ്റാലിക് ഇൻസ്ട്രുമെന്റ്, ഒരു ആർട്ടറി ഫോഴ്സപ്സ് അത് കണ്ടെത്തുകയും ചെയ്തു. അതിനെ തുടർന്ന് അവർ അടുത്ത ദിവസം, അതായത് ഇന്നലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവർ ഗൈനക്കോളജി HOD ഡോക്ടർ സംഗീത മാഡത്തെ വന്ന് കണ്ടപ്പോൾ അപ്പോഴാണ് ഈ കാര്യം മനസ്സിലാകുന്നത്. അപ്പോൾ മനസ്സിലായി 5 വർഷം മുമ്പ് അവരുടെ സർജറി ഇവിടെ നടന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് അവരിവിടെ ഫോളോ അപ്പിനൊന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു സംഭവമാണല്ലോ എന്ന് കണ്ടിട്ട് ഉടനെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് രക്തപരിശോധന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തി അവരോട് അഡ്മിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അതിന് തയ്യാറായിട്ടല്ല വന്നത്. ഭർത്താവിൻ്റെ ബ്ലഡ് ഷുഗറൊക്കെ വളരെ കൂടുതലാണ്. മകൻ്റെ ജോലിയായി ബന്ധപ്പെട്ട് ലീവ് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്നോളാം, സാവകാശം ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞാൽ അവരിവിടുന്ന് പോവുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത് അവരൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവർ രാത്രി തന്നെ പോയി എന്നുള്ളതാണ് അവർ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഇത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി. കാരണം നമുക്കറിയാം, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെർഷറി കെയർ സെന്റർ ആയിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ഒത്തിരി പരിമിതികളുണ്ടെങ്കിൽ പോലും അന്ന് ഡോക്ടർമാർ ജോലി ചെയ്തത് ഈ PPE കിറ്റിട്ടും ഗോഗിൾസ് ധരിച്ചുമൊക്കെ വളരെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് അന്ന് അവരുടെ ജോലികളൊക്കെ ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് നിർഭാഗ്യകരമാണ്. അത് ഗൗരവമായിട്ട് തന്നെ എടുത്തു. 2 കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ അടിയന്തരമായിട്ട് പ്രിൻസിപ്പലും സൂപ്രണ്ടും RMOയും അടങ്ങുന്ന ഒരു സമിതി ഈ വിവരങ്ങൾ സംബന്ധിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും കേസ് ഷീറ്റുകളും മറ്റെല്ലാ രേഖകളും പരിശോധിച്ച് കിട്ടിയ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഗവൺമെന്റിൽ ധരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് ഒരു അന്വേഷണ സമിതിയെ നമ്മൾ രൂപീകരിച്ചു. 4 അംഗങ്ങൾ അടങ്ങുന്ന ഒരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചു. RMO ഡോക്ടർ ലക്ഷ്മി ചെയർപേഴ്സണായിട്ടും സർജറി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ സജികുമാർ, പിന്നെ ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ അനുസൂയ മാഡം, പിന്നെ ഫോറൻസിക്കിലെ ഡോക്ടർ രാഖിൻ, അദ്ദേഹം അസോസിയേറ്റ് പ്രൊഫസറാണ്. ഈ 3 പേരടങ്ങുന്ന ഡോക്ടർ ലക്ഷ്മി ചെയർപേഴ്സണായിട്ടുള്ള 4 അംഗങ്ങളുള്ള ഒരു സമിതി രൂപീകരിക്കുകയും 1 മണിക്കൂറിനുള്ളിൽ തന്നെ അടിയന്തരമായിട്ട് റിപ്പോർട്ട് തരാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ അത് ഗവൺമെന്റിനെ അറിയിക്കും. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്, സംഭവം വളരെ നിർഭാഗ്യകരവുമാണ്. ഇത് ഗൗരവമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമുള്ള നടപടികൾ തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കും. കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ആശങ്ക ദൂരീകരിക്കാനും മെച്ചപ്പെട്ട ചികിത്സ തുടർന്നും വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് മെച്ചപ്പെട്ട ചികിത്സ തുടർന്നും ഇവിടെ എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് നൽകാനും ഞങ്ങൾ ശ്രമിക്കുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നു.